നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയിൽ നിന്ന് കമുക് കൃഷി പാടെ പടിയിറങ്ങിയ സാഹചര്യത്തിൽ പുതുതായി കമുക് കൃഷി ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് പ്രോത്സാഹനം നൽകാൻ ഇടപെടൽ വേണമെന്ന് ആവശ്യം. ഒരു കാലത്ത് ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായിരുന്ന കമുക് കൃഷി ഇന്ന് പാടെ ഇല്ലാതായി. കർഷകരെ കമുക് കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള പ്രധാന കാരണം രോഗബാധ. കേരള ഫോറസ്റ്റ് ആക്ട് 1961 പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന വനനിയമ ഭേദഗതി ബില്ലിനെതിരെ വിമർശനവുമായി ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ്. നിലവിലെ നടപടി വനംവകുപ്പിന് അമിതാധികാരം നൽകുന്നതായി മാറുമെന്ന ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി PM ബേബി. ഭേദഗതി യാഥാർത്ഥ്യമായാൽ വനാതിർത്തിയിൽ പോലും മനുഷ്യന് സ്വസ്ഥമായി താമസിക്കാൻ കഴിയാത്ത സ്ഥിതി വരുമെന്നും ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ്. ഇക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ സംയുക്ത ക്രിസ്തുമസ് ആഘോഷം കട്ടപ്പന CSI ഗാർഡനിൽ നടന്നു. CSI ഈസ്റ്റ് കേരള ഇടവക ബിഷപ്പ് റവറൻ VS ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. 20 ടീമുകൾ പരിപാടിയിൽ കരോൾ ഗാനം ആലപിച്ചു. മഴ പെയ്താൽ കട്ടപ്പന നഗരത്തിനുള്ളിലെ റോഡുകൾ മുഴുവൻ കുളമായി മാറുന്നതായി പരാതി. കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ദുരിതമാകുന്നത് നഗരത്തിലെ പ്രധാന റോഡുകളും ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിലേക്കുള്ള കവാടങ്ങളും. ഇതോടെ പ്രക്ഷോഭത്തിനൊരുങ്ങി യുവജന സംഘടനകൾ. വിശദമായ വാർത്തകളിലേക്ക്. ഒരു കാലത്ത് ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായിരുന്ന കമുക് കൃഷി ഇന്ന് പാടെ ഇല്ലാതായി കഴിഞ്ഞു. രോഗബാധയാണ് കർഷകരെ കമുക് കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള പ്രധാന കാരണം. കൃഷി പാടെ പടിയിറങ്ങിയ സാഹചര്യത്തിൽ പുതിയതായി കമുക് കൃഷി ചെയ്യുവാൻ താൽപര്യമുള്ള കർഷകർക്ക് പ്രോത്സാഹനം നൽകാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. നിലവിൽ അടയ്ക്കയ്ക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്ന സാഹചര്യവുമുണ്ട്. കുരുമുളകിനും കൊക്കോയ്ക്കും ഏലത്തിനുമൊപ്പം ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായിരുന്നു കമുക് കൃഷി. അടക്കയും കൊട്ടടക്കയും ചമ്പനായുമെല്ലാം കർഷകർ ഉൽപ്പന്നം വിപണിയിലെത്തിച്ച വിൽപ്പന നടത്തി വരുമാനം കണ്ടെത്തിയിരുന്നു. എന്നാൽ പതിയെ രോഗബാധ കീഴടക്കിയതോടെ കമുക് കൃഷിയുടെ നാശം ആരംഭിച്ചു. തോട്ടങ്ങളിൽ നിന്നും തോട്ടങ്ങളിലേക്ക് രോഗബാധ പടർന്നതോടെ ഹൈറേഞ്ച് മേഖലയിൽ കമുക് കൃഷി പേരിന് പോലും ഇല്ലാതായി. കമുക് കൃഷി പാടെ പടിയിറങ്ങിയ സാഹചര്യത്തിൽ പുതിയതായി കമുക് കൃഷി ചെയ്യുവാൻ താല്പര്യമുള്ള കർഷകർക്ക് പ്രോത്സാഹനം നൽകാൻ ഇടപെടൽ വേണമെന്നാണ് ഇപ്പോഴുയരുന്ന ആവശ്യം. കൃഷിക്കാരെന്നുള്ള നിലയ്ക്ക് എനിക്കൊരു 3 ഏക്കർ സ്ഥലമുള്ള ആളാണ്. ഞാൻ അടയ്ക്കാമരം കൃഷി ചെയ്തിട്ട് അടയ്ക്കാമരം എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്ത് രോഗമാണെന്ന് എന്താണ് കാരണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ പല പ്രാവശ്യം കൃഷി ഓഫീസിലൊക്കെ കൊണ്ടുവന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കൃഷി ഓഫീസിൽ വരാമെന്ന് പറയുന്നാൽ അവരൊന്നും സമയത്ത് നമുക്ക് കിട്ടുന്നില്ല. അടയ്ക്കാമരം കൃഷി തെറ്റില്ലാത്ത കൃഷി ആവറേജ് ഒരു വിലയുള്ള സാധനമാണ്. സാധനത്തിന് വില വരുമ്പോൾ നമുക്ക് കൃഷി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ കൃഷിഭവൻ്റെ ഭാഗത്തുനിന്നോ നമുക്കൊരു സഹായവും കിട്ടുന്നില്ല. കമുക് കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിനപ്പുറം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിലെടുത്തിരുന്ന നിരവധി ആളുകൾ മറ്റ് തൊഴിലുകളിലേക്ക് തിരിഞ്ഞിന്ന കുടുംബം പുലർത്തുന്നു. അടയ്ക്ക പറിക്കാനും തുരിശടിക്കാനും ഒക്കെയായി ധാരാളം ആളുകൾ ഈ മേഖലയിൽ തൊഴിൽ എടുത്തിരുന്നു. കൃഷി പാടെ പടിയിറങ്ങിയ സാഹചര്യത്തിൽ ചില കർഷകർ വീണ്ടും കമുക് കൃഷി തിരികെ കൊണ്ടുവരാൻ പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ അടയ്ക്കയ്ക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്ന സാഹചര്യവുമുണ്ട്. മറ്റിതര കൃഷികളെ അപേക്ഷിച്ച് കമുക് കൃഷിക്ക് പരിപാലന ചിലവ് കുറവാണ്. പുതിയതായി കമുക് കൃഷിയിലേക്ക് തിരിയുന്നവർക്ക് കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നുൾപ്പെടെ പിന്തുണ നൽകണമെന്നാണ് കർഷകർ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം. കേരള ഫോറസ്റ്റ് ആക്ട് 1961 പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന വനനിയമ ഭേദഗതി ബില്ലിനെതിരെ വിമർശനവുമായി ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് രംഗത്ത്. നിലവിലെ നടപടി വനംവകുപ്പിന് അമിതാധികാരം നൽകുന്നതായി മാറുമെന്ന് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി PM ബേബി കുറ്റപ്പെടുത്തി. ഭേദഗതി യാഥാർത്ഥ്യമായാൽ വനാതിർത്തിയിൽ പോലും മനുഷ്യന് സ്വസ്ഥമായി താമസിക്കാൻ കഴിയാത്ത സ്ഥിതി വരും. ഭേദഗതിയുടെ പേരിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അഴിഞ്ഞാടുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും PM ബേബി അടിമാലിയിൽ പറഞ്ഞു. കേരള ഗവൺമെന്റ് കേന്ദ്ര വനനിയമം പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ കേരള ഫോറസ്റ്റ് ആക്ട് ഭേദഗതി ചെയ്യുന്നതിനുള്ള ശുപാർശ കരട് ബിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ മേൽ റവന്യൂ വകുപ്പും വനം വകുപ്പും കൂടി കൂട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഈ കർഷക ജനസാമാന്യത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബഫർ സോണിൻ്റെയും കാട്ടുമൃഗങ്ങളുടെയും എല്ലാം ഭീഷണി ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ അമിതാധികാരം കൊടുക്കുന്നതിന് വേണ്ടി കേരള ഫോറസ്റ്റ് ആക്ട് 1961 ഭേദഗതി ചെയ്യുന്നത്. ഈ നിയമം വന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് വനത്തിലാരും പ്രവേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, പക്ഷേ വനമേഖലയുടെ പ്രദേശത്ത് എവിടെയെങ്കിലും മനുഷ്യന് താമസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന ഉദ്യോഗസ്ഥന്മാരുടെ അഴിഞ്ഞാട്ടം നടത്താനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. കേന്ദ്ര വനഭൂമി നിയമം 2023 ഭേദഗതി വന്നപ്പോൾ പുരോഗമനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വനം ഉപയോഗിക്കാമെന്നും
അതുപോലെ തന്നെ 1996 മുമ്പുള്ള ഏതെങ്കിലും തരത്തിൽ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന പ്രദേശങ്ങൾ വനമാക്കാൻ പാടില്ലെന്നും അങ്ങനെ വനം നോട്ടിഫിക്കേഷൻ പാടില്ലെന്നും പറഞ്ഞ് പുരോഗമനപരമായ നിയമം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ കേരളത്തിൽ വളരെ കിരാതമായിട്ടുള്ള വളരെ നികൃഷ്ടമായിട്ടുള്ള ഒരു നിയമവുമായി സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വന്നിട്ടുള്ളത്. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ സംയുക്ത ക്രിസ്തുമസ് ആഘോഷം കട്ടപ്പന CSI ഗാർഡനിൽ നടന്നു. CSI ഈസ്റ്റ് കേരള ഇടവക ബിഷപ്പ് റവറൻ VS ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്ത സന്ദേശം നൽകി. 20 ടീമുകൾ പരിപാടിയിൽ കരോൾ ഗാനം ആലപിച്ചു. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ 26 വർഷമായി തുടരുന്ന സംയുക്ത ക്രിസ്തുമസ് ആഘോഷമാണ് കട്ടപ്പന CSI ഗാർഡനിൽ നടന്നത്. CSI ഈസ്റ്റ് കേരള മഹായിടവക ബിഷപ്പ് റവറൻ VS ഫ്രാൻസിസ് ക്രിസ്തുമസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ലോകം മുഴുവൻ നമ്മുടെ ചുറ്റുപാടും വളരെ ആഘോഷമായിട്ട് കൊണ്ടാടുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ നമ്മൾ ഈ ആഘോഷം കൊണ്ടാടുമ്പോൾ നമ്മൾ അറിയാതെ ലോകത്തിന് നൽകുന്നൊരു സന്ദേശമുണ്ട്. അത് മറ്റൊന്നുമല്ല, രക്ഷകൻ ദൈവപുത്രൻ ജാതം ചെയ്തു എന്നുള്ളതാണ്. ദൈവപുത്രൻ ജാതം ചെയ്തിരിക്കുന്നു. അത് നമ്മൾ അറിയാതെ ലോകത്തിന് നൽകുന്ന, പലപ്പോഴും അറിഞ്ഞും ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ്. അതുകൊണ്ട് യേശുവുമായിട്ടുള്ള ആ ബന്ധത്തിലുള്ള എല്ലാവർക്കും വളരെ ധൈര്യമായി ആഘോഷിക്കാൻ പറ്റിയ ഒരേ ഒരു ആഘോഷം എന്ന് പറയുന്നത് ഈ ക്രിസ്മസ് ആഘോഷമാണ്, അല്ലെങ്കിൽ ദൈവപുത്രന്റെ ജന്മദിനം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആ അർത്ഥത്തിൽ അത് നമുക്ക് പാടാം, ആഘോഷിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർവ്വജനത്തിനുള്ള ഒരു മഹാസന്തോഷം എന്നാണ് നമ്മൾ ഈ നോട്ടീസിന്റെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജനത്തിനുള്ള ആ സന്തോഷമാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് എൻ്റെ അഭിപ്രായം, അത് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊന്ന് അനുഭവിക്കാനായിട്ടൊന്ന് ശ്രമിക്കണം. യഥാർത്ഥത്തിൽ ഈ ക്രിസ്മസ് നമുക്ക് ഒരു സന്തോഷമായിട്ട് തീരുന്നുണ്ടോ, അതോ അതിന് തടസ്സം വരും ഉണ്ടോ എന്നൊന്ന് നോക്കണം. സർവ്വജനത്തിലുണ്ടായ മഹാസന്തോഷമെന്ന് ദൈവവചനം ഉദ്ഘോഷിച്ചുവെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. അത് നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ലെങ്കിൽ അത് ഇതിന്റെ കുഴപ്പമല്ല, വചനത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പം തന്നെയാണ്. 20 ടീമുകൾ പരിപാടിയിൽ കരോൾ ഗാനങ്ങൾ ആലപിച്ചു. ഫെലോഷിപ്പ് ചെയർമാൻ വർഗീസ് ജേക്കബ് കോറപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. മുഖ്യ അതിഥിയായ YMCA ദേശീയ ട്രഷറർ റെജി ജോർജ് ഇടയാറന്മുള ക്രിസ്തുമസ് കേക്ക് മുറിച്ചു. ഫെലോഷിപ്പ് ജനറൽ കൺവീനർ ജോർജ് ജേക്കബ്, കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ഇടവക വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ, വെളിയാങ്കുടി സെന്റ് ജോർജ് ഫെറോന പള്ളി വികാരി ഫാദർ തോമസ് മണിയാട്ട്, കട്ടപ്പന സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ സജോ ജോഷുവ മാത്യു, കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ ഇടവക വികാരി ഫാദർ ബിനോയ് ചാക്കോ കുന്നത്ത്, കട്ടപ്പന സെന്റ് ജോൺ CSI ഇടവക വികാരി ഫാദർ ഡോക്ടർ ബിനോയ് P ജേക്കബ്, കട്ടപ്പന സെന്റ് സ്റ്റീഫൻസ് ക്നാനായ കത്തോലിക്ക പള്ളി വികാരി ഫാദർ ഷിജു വട്ടംപുറത്ത്, നരിയമ്പാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് വാലയിൽ, വെള്ളയാങ്കുടി ബെദേൽ മാർത്തോമ ഇടവക വികാരി ഫാദർ ജിതിൻ വർഗീസ്, കട്ടപ്പന സെന്റ് പോൾസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളി വികാരി ഫാദർ ഈപ്പൻ പുത്തൻപറമ്പിൽ, കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ, കട്ടപ്പന HUCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു, YMCA പ്രസിഡന്റ് രജിത് ജോർജ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് MT വിപിൻദാസ്, കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ്, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ്ടൗൺ പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് ബൈജു എബ്രഹാം, ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സെൻസ് കുര്യൻ, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റ് ജിതിൻ കൊല്ലംകുടി, ലയൺസ് ക്ലബ് ഓഫ് എലൈറ്റ് കട്ടപ്പന പ്രസിഡന്റ് റോയി സെബാസ്റ്റ്യൻ, ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന കാർഡമം വാലി പ്രസിഡന്റ് PM ഫ്രാൻസിസ്, ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് വേഴമ്പത്തോട്ടം, കട്ടപ്പന YMCA സെക്രട്ടറി KJ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ്, കട്ടപ്പന YMCA, വിവിധ ക്രൈസ്തവ സഭകൾ, കട്ടപ്പന പ്രസ് ക്ലബ്, ഹൈറേഞ്ച് കമ്മ്യൂണിക്കേഷൻസ് നെറ്റ്വർക്ക്, കട്ടപ്പന പവർ ആൻഡ് ജീസസ് ചർച്ച്, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ്ടൗൺ, ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ്,
കട്ടപ്പന മർച്ചന്റ്സ് യൂത്ത് വിംഗ്, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന കാർഡമം വാലി, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന എലൈറ്റ്, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റി, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന ടൗൺ എന്നിവരായിരുന്നു സംഘാടകർ. ഓരോ ടീമുകളും അവരവരുടെ ഗാനം അടങ്ങിയ യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്യുകയും ഏറ്റവും അധികം ലൈക്ക് ലഭിക്കുന്ന ടീമിന് ഒന്നാം സമ്മാനമായി കട്ടപ്പന എസ്മാർട്ട് സ്പോൺസർ ചെയ്യുന്ന 10,001 രൂപയും, രണ്ടാം സമ്മാനം നേടുന്നവർക്ക് കട്ടപ്പന ട്രേഡിംഗ് കമ്പനി നൽകുന്ന 7,001 രൂപയും, മൂന്നാം സ്ഥാനം നേടുന്നവർക്ക് കട്ടപ്പന സെറാക്കട്ടൻ സ്പോൺസർ ചെയ്യുന്ന 5,001 രൂപയും സമ്മാനമായി ഒരുക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ഓരോ ടീമിന്റെയും യൂട്യൂബ് ലിങ്കുകൾ ഷെയർ ചെയ്യും. മഴ പെയ്താൽ കട്ടപ്പന നഗരത്തിനുള്ളിലെ റോഡുകൾ മുഴുവൻ കുളമായി മാറുന്നതായി പരാതി. നഗരത്തിലെ പ്രധാന റോഡുകളും ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിലേക്കുള്ള കവാടങ്ങളുമാണ് കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും ദുരിതമാകുന്നത്. ഇതോടെ യുവജന സംഘടനകൾ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. മഴ പെയ്താൽ കട്ടപ്പന നഗരത്തിലെ റോഡുകൾ കുളമായി മാറുകയാണ്. വെള്ളക്കെട്ടുകൾ കടക്കാൻ ഡ്രൈവർമാർ സാഹസിക യാത്ര നടത്തണം. കാറുകൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾ ഗർത്തങ്ങളിൽ ചാടി കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. കൂടാതെ ഗട്ടറുകളിൽ വീണ നിരവധി ആളുകൾക്കും അപകടം സംഭവിച്ചു. നഗരസഭാ പരിധിയിലെ ഭൂരിഭാഗം റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതായതോടെ ഭരണസമിതിക്കെതിരെ പ്രതിഷേധവും ശക്തമാണ്. റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാതായതോടെയാണ് പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നതെന്ന് ഡിവൈഎഫ്ഐ നേതൃത്വം പറഞ്ഞു. UDF ഭരിക്കുന്ന കട്ടപ്പന നഗരസഭയിൽ ജനങ്ങൾക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഇപ്പോൾ ഭരണം മുന്നോട്ട് പോകുന്നത്. ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു കുറുവാ സംഘമായിട്ടാണ് UDF ഭരണസമിതി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, നഗരസഭയുടെ മൂക്കിന് താഴെയുള്ള റോഡുകൾ പോലും കുണ്ടും കുഴിയുമാകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള 2 പാതകളിലും ഗർത്തങ്ങൾ നിരവധിയാണ്. ഇടശ്ശേരി ജംഗ്ഷനിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരുന്ന ഭാഗത്ത് ഭീമൻ ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്രോച്ച് റോഡിൽ നിന്ന് മഴവെള്ളം കുത്തിയൊലിച്ച് ഇവിടെ എത്തി വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. കൂടാതെ പാറക്കടവിന് സമീപം ജ്യോതിസ് ജംഗ്ഷൻ സ്കൂൾ കവല ബൈപ്പാസ് റോഡിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള പോക്കറ്റ് റോഡ് പൂർണ്ണമായി തകർന്നു. പഴയ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം സംസ്ഥാന പാതയിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്കും ബൈപ്പാസ് റോഡിലേക്കും എത്തിച്ചേരുന്ന റോഡും ഭാഗികമായി തകർന്ന നിലയിലാണ്. പഴയ ബസ് സ്റ്റാൻഡിലും കോൺക്രീറ്റുകൾ പൊട്ടിപ്പൊളിഞ്ഞു കഴിഞ്ഞു. SBI ജംഗ്ഷനിൽ നിന്ന് ഇടുക്കിക്കവല ബൈപ്പാസിലേക്കുള്ള പോക്കറ്റ് റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി. മഹാപ്രളയത്തിൽ തകർന്ന അമർ ജവാൻ റോഡിന്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണവും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇതോടെ പ്രതിഷേധവും ശക്തമാണ്. വണ്ടിപ്പെരിയാർ മഞ്ചുമല വില്ലേജ് ഓഫീസിന് സമീപം ഭക്ഷണം കഴിക്കാൻ വാഹനത്തിൽ നിന്നും ഇറങ്ങിയ അയ്യപ്പ ഭക്തരെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ കരൂർ സ്വദേശികളായ 3 ശബരിമല തീർത്ഥാടകർക്ക് പരിക്കേറ്റു. തമിഴ്നാട് കരൂരിൽ നിന്നും ശബരിമല ദർശനത്തിന് പോവുകയായിരുന്ന 18 പേരടങ്ങുന്ന സംഘം വാഹനം വണ്ടിപ്പെരിയാർ മഞ്ചുമല വില്ലേജ് ഓഫീസിന് സമീപം പാർക്ക് ചെയ്ത ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതായിരുന്നു. ഇതിനിടെ റോഡ് സൈഡിൽ നിന്നിരുന്ന അയ്യപ്പ ഭക്തരുടെ ഇടയിലേക്ക് കാർ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. കുട്ടിക്കാനത്ത് നിന്നും കുമളി 6-ാം മൈലിലേക്ക് പോകുകയായിരുന്ന കാർ വില്ലേജ് ഓഫീസിന് സമീപമെത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമായി തീർത്ഥാടകർക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ 3 ശബരിമല തീർത്ഥാടകർക്ക് പരിക്കേറ്റു. കരൂർ സ്വദേശികളായ സെൽവം, ചന്ദ്രകുമാർ, തമിഴ്വാണൻ എന്നിവർക്കാണ് പരിക്കേറ്റതെന്ന് തീർത്ഥാടകർ പറഞ്ഞു. ரோட்டு ஓரத்தில் நின்று சாப்பிடலான்னு சாப்பிட்டுட்டு வண்டி கிளம்பலான்னு நின்று பேசிட்டு இருந்தோம். பார்க்கிங் ஏரியாவில் நின்று பேசிட்டு இருந்தோம். அங்கிருந்து வந்த வண்டி ஸ்பீடு நல்ல சரியான ஸ்பீடு, அவர் கண்ட்ரோல் நல்ல சரியான ஸ்பீடு வந்து வண்டி ஸ்கிட் ஆகி நாங்கள் நின்று இடத்துல 3 பேருக்கு மேலே വണ്ടി വിട്ടാർ. ഇവരെ വണ്ടിപ്പെരിയാറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. UDF ചിന്നാർ ചെമ്പകപ്പാറ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗവും ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ജനപ്രതിനിധികൾക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. ചെമ്പകപ്പാറ ടൗണിൽ നടന്ന യോഗം UDF ഇടുക്കി നിയോജക മണ്ഡലം കൺവീനർ ജോയി കൊച്ചുകരോട്ട ഉദ്ഘാടനം ചെയ്തു. UDF ചിന്നാർ ചെമ്പകപ്പാറ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചെമ്പകപ്പാറ ടൗണിൽ രാഷ്ട്രീയ വിശദീകരണ യോഗവും പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചവർക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള കനത്ത തിരിച്ചടികളുടെ ഭാഗമാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണവും വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ഭരണവും UDFന് ലഭിച്ചതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് UDF ഇടുക്കി നിയോജക മണ്ഡലം കൺവീനർ ജോയി കൊച്ചുകരോട്ട് പറഞ്ഞു. സദാചാര മൂല്യങ്ങൾക്ക് വിലകൽപ്പിക്കാതെ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം കാണിക്കുന്ന നെറുകേടുകൾ ഈ നാട്ടിലെ ജനങ്ങള് അത് മനസ്സിലുണ്ട്, അന്നേരം പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു പഴമൊഴി പറയുന്നത് പോലെ ചട്ടനെ പൊട്ടാൻ ചതിച്ചാൽ പൊട്ടാൻ ദൈവം ചതിക്കുന്നുള്ളായിരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പഞ്ചായത്തിൽ ജനങ്ങൾ വിധിയെഴുതി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരത്തിൽ വന്ന ആ സ്ഥാനത്ത് ജനം തിരസ്കരിച്ച മുന്നണി അവരുടെ ഒരു ഭരണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് കാലുവാരി, അതായത്
ചാക്കിട്ട് പിടിച്ച് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കി ഭരണം നിലനിർത്തി അവരും തന്നെ പശ്ചാത്താപം, എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ CPM പശ്ചാത്താപം ഉണ്ടായി. അവരുടെ ജില്ലാ സെക്രട്ടറിയുടെ ഒക്കെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ പ്രവർത്തികളൊക്കെ ഈ പഞ്ചായത്തിലും ഈ ജില്ലയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. UDF വാർഡ് ചെയർമാൻ തോംസൺ ചാക്കോ അധ്യക്ഷനായിരുന്നു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി തങ്കച്ചൻ കാരക്കാവയലിൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു, UDF മണ്ഡലം ചെയർമാൻ സാജു കാരക്കുന്നേൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സിജി, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു. DCC മുൻ ജനറൽ സെക്രട്ടറിയും അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ KJ കുട്ടിച്ചൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ മികച്ച കർഷക ശ്രേഷ്ഠ അവാർഡ് ലഭിച്ച EG ബിജുവിനെയും പാരമ്പര്യ പ്രതിഭ അവാർഡ് ലഭിച്ച ഷോമി തോമസ് വൈദ്യരെയും ചടങ്ങിൽ വെച്ച് പൊന്നാട അണിയിച്ചു ആദരിച്ചു. തുടർന്ന് നടന്ന യോഗം DCC മുൻ ജനറൽ സെക്രട്ടറിയും അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന KJ കുട്ടിച്ചൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കാപ്പൻ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫിലിപ്പ്, മണ്ഡലം സെക്രട്ടറി ജയേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആചാര്യനെ ഗുരുവായ കുട്ടിച്ചൻ സാറിൽ നിന്ന് തന്നെ ആ ഒരു അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ അത് മഹനീയമായ ഒരു അനുഭവമാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്. അതുപോലെ ഷോമി എൻ്റെ സഹപാഠിയാണ്. അദ്ദേഹത്തെ ആദരിക്കാൻ കിട്ടിയ ഒരു അവസരം എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ ഞാനും അതിനെ ഓർക്കുകയാണ്. നമ്മളിപ്പോൾ കർഷക കോൺഗ്രസിൻ്റെ പേരിൽ ആദരിക്കുകയും അത് പാർട്ടിയുടെ ഒരു ഫോറം കൂടിയായ കർഷക കോൺഗ്രസിൽ നേതൃത്വത്തിൻ്റെ ബഹുമാനാണ്. അതുപോലെ മറ്റ് ജോലി സാധനമായിരുന്നു, ബാക്കി എല്ലാ എൻ്റെ സ്നേഹിതരും. നമ്മളിപ്പോൾ കർഷക കോൺഗ്രസിൽ വന്നു, നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചു എന്ന് പറഞ്ഞ് ബഹുമാന്യം കൊടുക്കുന്നൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തെ സംബന്ധിച്ച് ബ്ലോക്ക് കമ്മിറ്റിയിൽ പുതിയൊരു ഉണർവാണ്. പരിപാടിയിൽ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് നടുവിലേക്കുറ്റ അധ്യക്ഷനായിരുന്നു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ശാന്തൻപാറ സർവീസ് സഹകരണ ബാങ്കിന്റെ 54ാമത് വാർഷിക പൊതുയോഗവും അനുമോദന ചടങ്ങും നടന്നു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക ഗ്രാമമായ ശാന്തൻപാറയുടെ സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്ന ശാന്തൻപാറ സർവീസ് സഹകരണ ബാങ്കിന്റെ 54ാമത് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി പൊതുയോഗവും മികച്ച കർഷകരെയും വിദ്യാർത്ഥികളെയും കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങളെയും ആദരിക്കലും നടന്നു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് തന്നെ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്ന സഹകരണ ബാങ്കുകളിൽ ഒന്നാണ് ശാന്തൻപാറ സർവീസ് സഹകരണ ബാങ്ക് എന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന സഹകരണ ബാങ്കുകളിൽ ഒരെണ്ണമാണ്. ഇന്ന് കേരളത്തിലെ സഹകരണ ബാങ്കുകളെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില ചർച്ചകളുണ്ട്. ആ ചർച്ച സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളെല്ലാം വലിയ കുഴപ്പത്തിലേക്ക്, വലിയ സാമ്പത്തിക കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് നമ്മുടെ കാതുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യവുമായി ഇതിന് യാതൊരുവിധ പുലബന്ധവുമില്ല. കാരണം വിരലിലെണ്ണാവുന്ന ഏതാനും സംഘങ്ങളെയാണ് ചില പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുള്ളത്. ഞാൻ സംസാരിക്കാം ഏതെല്ലാം രൂപത്തിലാണ് നമ്മുടെ ബാങ്കുകളെ പ്രശ്നങ്ങൾ, ഓരോ വിഷയങ്ങളെന്ന് ഭവിക്കുന്നതെന്ന് സംസാരിക്കാം. അപ്പൊ ഏതെങ്കിലും ചില ബാങ്കുകളെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിച്ച് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമാകെ വലിയ കുഴപ്പത്തിലേക്ക് നീങ്ങുന്നു എന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി 2023-24 വർഷത്തെ റിപ്പോർട്ടും കണക്കവതരണവും 2025-26 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരണവും ചർച്ചയും നടന്നു. തുടർന്ന് നടന്ന ചടങ്ങിൽ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകരെയും സ്വയം സഹായ സംഘങ്ങളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സഹകാരികളെയും ആദരിച്ചു. വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയങ്ങൾക്ക് പഠന സഹായ വിതരണവും നടന്നു. ബാങ്ക് പ്രസിഡന്റ് VV ഷാജിയുടെ നേതൃത്വത്തിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NR ജയൻ, മലനാട് കാർഷിക ഗ്രാമവികസന ബാങ്ക് ഡയറക്ടർ NP സുനിൽകുമാർ, ബാങ്ക് സെക്രട്ടറി KJ ടോമി, സേനാപതി ശശി തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭ 7ാം വാർഡിൽ തകർന്നു കിടന്ന റോഡ് പ്രദേശവാസികളുടെ സഹകരണത്തോടെ ഗതാഗത യോഗ്യമാക്കി. വെള്ളയാങ്കുടി മുസ്ലിം പള്ളിപ്പടി കുറുമണ്ണിൽപ്പടി റോഡാണ് കോൺക്രീറ്റ് ചെയ്തത്.
കട്ടപ്പന വെട്ടിക്കുഴക്കവല 7-ാം വാർഡിലാണ് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ റോഡ് കോൺക്രീറ്റ് ചെയ്തത്. നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന റോഡിന്റെ ഒരു ഭാഗമാണ് പൊട്ടിപ്പൊളിഞ്ഞ ഗതാഗത യോഗ്യമല്ലാതായത്. നഗരസഭാ കൗൺസിലർ ഷൈനി സണ്ണി ചെറിയാന്റെ 2024-25 വർഷത്തെ പ്രാദേശിക വികസന ഫണ്ട് അനുവദിക്കുകയും നിർമ്മാണത്തിന് തികയാതെ വന്ന പണം പ്രദേശവാസികൾ ചേർന്ന് നൽകുകയുമായിരുന്നു. നമ്മുടെ മുസ്ലിം പള്ളിയിൽ നിന്ന് നത്തുകല്ലിലേക്കുള്ള റോഡ്, ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് കഴിഞ്ഞ വർഷം കോൺക്രീറ്റ് വർക്ക് ചെയ്തു. അതിൻ്റെ താഴെയുള്ള ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നമ്മുടെ കൗൺസിലറുമായിട്ട് സംസാരിച്ചപ്പോൾ ഇപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പെറ്റി വർക്ക് മാത്രമേ ഉള്ളൂ, അത് അനുവദിക്കാമെന്നുള്ള ഒരു ഉറപ്പ് തരികയും ഇതൊരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്. ഇവിടെ ഇപ്പം നമ്മൾ തീരുമാനിച്ചിട്ട് ഒരാഴ്ച മിച്ചമേ ഉള്ളൂ. പക്ഷേ ആ സമയം കൊണ്ട് നമുക്ക് ഒരു നല്ല തുക പിരിച്ചെടുക്കുവാനും അതുപോലെ തന്നെ ഈ വർക്കിൽ സഹകരിക്കാനായിട്ട് ഇത്രയും നാട്ടുകാർ ഇവിടെ എത്തുകയും എല്ലാം ചെയ്ത് ഇവിടുത്തെ ആ കൂട്ടായ്മയുടെയും സഹോദരത്തിൻ്റെ സഹകരണത്തിൻ്റെയും ഒക്കെ ഒരു വലിയ പ്രതിഫലനമാണ്. റോഡ് തകർന്നതോടെ നിരവധി ഇരുചക്ര യാത്രികരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ നമുക്കറിയാം ഈ 25-26 സാമ്പത്തിക വർഷം ഫണ്ട് വെച്ചാൽ നമുക്ക് അടുത്ത നവംബർ മാസത്തോടു കൂടിയേ നമുക്ക് പ്രോജക്റ്റുകളായി ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരത്തേനും ഈ പ്രദേശത്ത് എന്തെങ്കിലും ഒരു അത്യാഹിതം നടക്കുമെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി അവരെ കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് സഹായങ്ങൾ ചേരിക്കുകയാണ്. നമുക്കറിയാം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇപ്പം ചെയ്യാൻ പറ്റുന്നത് പ്രോജക്റ്റ് അല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പെറ്റി വർക്ക് മാത്രമാണ്. അത് മുനിസിപ്പാലിറ്റി അനുവദിച്ചു തരികയും ബാക്കി വരുന്ന ഏകദേശം 1 ലക്ഷം രൂപയോളം ഈ നാട്ടുകാരെല്ലാവരും കൂടി പിരിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഈ കോൺക്രീറ്റിംഗ് നടത്തുന്നത്. വെള്ളയാങ്കുടി മുസ്ലിം പള്ളി പടിക്കൽ നിന്നും നത്തുകല്ല് ഭാഗത്തേക്ക് പോകുന്ന ഈ റോഡ് ഗതാഗത യോഗ്യമായതോടെ നിരവധി ആളുകൾക്കാണ് ഗുണപ്രദമായിരിക്കുന്നത്. പിടിച്ച മലയും പോരും എന്ന് നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ സഞ്ചാരയോഗ്യമല്ലാതായി കിടന്ന റോഡ് പിന്നെ എല്ലാവരുടെയും കൂടെ കൂട്ടായ്മ കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഏതാണ്ട് ഒരാഴ്ച കൊണ്ടാണ് ഇങ്ങനൊരു ആൾക്കാരെ സംഘടിപ്പിക്കാനും ഈ ഒരു പിന്നെ വർക്ക് നടക്കാനും സാധിച്ചത്. അതിന് മുൻകൈയെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലറെയും മറ്റു ഭാരവാഹികളെല്ലാം ഉന്നയിക്കുകയാണ്. വാർഡ് കൗൺസിലർ ഷൈനി സണ്ണി ചെറിയാൻ, സാജൻ കുറിച്ചിയിൽ, ഡോക്ടർ ജേക്കബ് കാഞ്ഞിരക്കാട്ട്, സണ്ണി ചെറിയാൻ, ജോയി ഐലുമാലിയിൽ, റിൻഡോ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ യുവദർശൻ SHGയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴികൾ മണ്ണിട്ട് നികത്തി. കിഴക്കേ മാട്ടുകിട്ട ഇല്ലത്തുപാലം റോഡിന്റെ ഇരുവശത്തുമാണ് മണ്ണിട്ട് ഗതാഗത യോഗ്യമാക്കിയത്. കിഴക്കേ മാട്ടുകെട്ടയിൽ പ്രവർത്തിക്കുന്ന യുവദർശൻ SHGയുടെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് പുതുതായി കോൺക്രീറ്റ് ചെയ്ത ഇല്ലത്തുപാലം ഭാഗത്ത് റോഡിന്റെ ഇരുവശങ്ങളിലും വളർന്നു നിന്നിരുന്ന കാടുകൾ വെട്ടിത്തെളിക്കുകയും ഇരുവശത്തും മണ്ണിട്ട് നികത്തുകയും ചെയ്തത്. അതിന്റെ സൈഡിലെ മണ്ണ് ഇടുന്ന പണികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിഴക്കേ മാട്ടുകെട്ട യുവദർശൻ SHGയുടെ ആളുകളുടെ സജീവമായ ഒരു സഹകരണം കൊണ്ടാണ് ഇപ്പോൾ ഈ മണ്ണ് ഇവിടെ ഇടുന്നത്. ഈ മണ്ണ് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ച മണ്ണാണ്. അപ്പോൾ പഞ്ചായത്ത് ഞങ്ങൾക്ക് കുറച്ച് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രദേശവാസികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ പ്രദേശത്തെ SHG പല കാര്യങ്ങളിലും ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇല്ലത്തുപാലത്ത് നിന്ന് വില്ലേജ് പടിയിലേക്ക് കയറുന്ന ആ റോഡിൻ്റെ കോൺക്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട് SHGയുടെ നേതൃത്വത്തിൽ അത് കോൺക്രീറ്റ് ചെയ്യുകയുണ്ടായി. പ്രദേശവാസികളുടെ ഒരു നല്ല സഹകരണം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഞങ്ങളുടെ സംഘത്തിലെ എല്ലാ ആൾക്കാരുടെയും ഒരു പൂർണ്ണ പിന്തുണയും ഇതിനകത്ത് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. SHG പ്രസിഡന്റ് ലാൽച്ചൻ കൂനംപാറയിൽ, സെക്രട്ടറി സതീശൻ കുമ്പിളുമണ്ണിൽ, ഷിബു തേക്കുംകുന്നേൽ, ചാക്കോ തോമസ്, പ്രഭാകരൻ യാക്കരയിൽ തുടങ്ങിയവരും SHGയുടെ മറ്റു പ്രവർത്തകരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അഫി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 3ാമത് ഇടുക്കി ജില്ലാ പാരാകലോത്സവം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. വർണ്ണക്കൂട്ടം എന്ന പേരിൽ ജില്ലയിലെ 6 ഭിന്നശേഷി വിഭാഗ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന പാരാകലോത്സവം പീരുമേട് MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. അണക്കര പ്രതീക്ഷ നികേതൻ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. അഫി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി ജില്ലയിലെ ഭിന്നശേഷി വിഭാഗക്കാർക്കായി പാരാകലോത്സവം സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇത്തവണയും പരിപാടി സംഘടിപ്പിച്ചത്. വർണ്ണക്കൂട്ടം എന്ന പേരിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചായിരുന്നു കലോത്സവം നടന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ അഫി ട്രസ്റ്റ് ഫൗണ്ടർ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ മണികണ്ഠൻ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് 2 വേദികളിലായി നാടൻപാട്ട്, കഥാപ്രസംഗം, നാടോടി നൃത്തം തുടങ്ങി വിവിധ മത്സരങ്ങൾ നടന്നു.
കലോത്സവത്തിന്റെ സമാപന യോഗത്തിൽ വെച്ച വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ആദരിച്ചു. കലോത്സവത്തിൽ അണക്കര പ്രതീക്ഷാ നികേതൻ സ്കൂൾ 1ാം സ്ഥാനവും വെള്ളാരംകുന്ന് പ്രിയദർശിനി ബഡ് സ്കൂൾ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ, വണ്ടിപ്പെരിയാർ SHO സുവർണകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർച്ചയായി 2ാം തവണയും മിസ്റ്റർ ഇടുക്കിയായി ഉപ്പുതറ സ്വദേശി ദേവൻ. ഉപ്പുതറ വാഴുവേലിൽ VS ദേവനാണ് അണക്കരയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ ഇടുക്കിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 100 പേർ പങ്കെടുത്ത മത്സരത്തിൽ UK-യിൽ ട്രെയിനറായ രാജാക്കാട് സ്വദേശി നിതിൻ പോളായിരുന്നു അവസാന റൗണ്ടിലെ പ്രധാന എതിരാളി. 35-കാരനായ ദേവൻ 18 വർഷമായി ശരീര സൗന്ദര്യ മത്സരരംഗത്ത് സജീവ സാന്നിധ്യമാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാനതല മത്സരത്തിൽ 6ാമനായി എത്തിയിരുന്നു. കഴിഞ്ഞ വർഷവും മിസ്റ്റർ ഇടുക്കിയായി ദേവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുപ്പം മുതൽ ശാരീരിക സംരക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്നു. ഉപ്പുതറ മോൺസ്റ്റർ ജിമ്മിലാണ് പരിശീലനം നടത്തുന്നത്. ട്രെയിനർ സാഗറിന്റെ മേൽനോട്ടത്തിലാണ് പരിശീലനം. അതേപോലെ ഈ കൊല്ലവും ഞങ്ങൾ മിസ്റ്റർ ഇടുക്കി ടൈറ്റിൽ അടിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 8 മാസമായിട്ട് ഞങ്ങൾ കഠിന പരിശ്രമത്തിലായിരുന്നു. പിന്നെ വെയ്റ്റ് ട്രെയിനിങ്ങും ഡയറ്റും അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം കൊണ്ട് നമുക്ക് ദൈവം സഹായിച്ച് ഈ പ്രാവശ്യം ടൈറ്റിലടിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. തുടർച്ചയായി 2ാമത്തെ വർഷമാണ് ഈ ടൈറ്റിലടിക്കുന്നത്. ഞാൻ ഉപ്പുതറ മോൺസ്റ്റർ മൗണ്ടൻ ജിമ്മിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ട്രെയിനർ സാഗറാണ്. സാഗർ ഇപ്പോൾ സ്ഥലത്തില്ല. പിന്നെ അവസാനത്തെ ഭാഗങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തെന്ന് അബിൻ ശ്രീനിവാസൻ, ജിമ്മിൻ്റെ ഓണർ തന്നെയാണ്. ആൾ ദുബായിലായിരുന്നു. സാഗർ ഡൽഹിയിലെ ട്രെയിനറാണ്. അപ്പോൾ മിസ്റ്റർ വേൾഡ് അങ്ങനെയുള്ള ചിത്രേഷനൊക്കെ ട്രെയിൻ ചെയ്യിച്ച സാഗറായിരുന്നു ആദ്യം മുതൽ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരുന്നത്. ഒരു 8 മാസത്തോളം ട്രെയിനിങ് ഉണ്ടായിരുന്നു. ജിമ്മിലെ അനിൽ ശ്രീനിവാസനാണ് പരിശീലകൻ. ഇന്റർനാഷണൽ ട്രെയിനറും ദേവന്റെ പിതൃ സഹോദരിയുടെ മകനുമായ MP സാഗറിന്റെ പ്രത്യേക പരിശീലനവും ദേവന് ലഭിച്ചു. സംസ്ഥാന മത്സരത്തിൽ വിജയിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് നിലവിൽ ദേവൻ. ഇസാഫ് തേർഡ് പാർട്ടി പ്രോഡക്റ്റ് മൂവാറ്റുപുഴ ബ്രാഞ്ചിന്റെ മാനേജറായി ജോലി ചെയ്തു വരികയാണ് മിസ്റ്റർ ഇടുക്കിയായ VS ദേവൻ. ക്രിസ്തുമസും പുതുവത്സരവും അടുത്തെത്തിയതോടെ അടിമാലിയിലും ക്രിസ്തുമസ് പുതുവത്സര വിപണി സജീവമായി കഴിഞ്ഞു. നക്ഷത്രങ്ങളും അലങ്കാര ബൾബുകളും ക്രിസ്തുമസ് ട്രീയും ഒക്കെയാണ് ഇത്തവണയും വിപണി കൈയടക്കിയിട്ടുള്ളത്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് ഒരാഴ്ച കൂടി ശേഷിക്കെ വരും ദിവസങ്ങളിൽ കച്ചവടം കൂടുതൽ സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. ക്രിസ്തുമസും പുതുവത്സരവും പടിവാതിൽക്കൽ എത്തിയതോടെ വിപണിയും സജീവമായി കഴിഞ്ഞു. ന്യൂജൻ നക്ഷത്രങ്ങളോടും ന്യൂജൻ ക്രിസ്തുമസ് ട്രീയോടുമൊക്കെയാണ് ആവശ്യക്കാർക്ക് കൂടുതൽ കമ്പം. പേപ്പർ നക്ഷത്രങ്ങൾക്ക് പുറമെ ഇലക്ട്രിക് നക്ഷത്രങ്ങളും ഇലക്ട്രിക് ക്രിസ്തുമസ് ട്രീയും വിപണി കൈയടക്കി. നക്ഷത്രങ്ങൾക്കും അലങ്കാര ബൾബുകൾക്കും ക്രിസ്തുമസ് ട്രീക്കുമാണിപ്പോൾ ആവശ്യക്കാരേറെ. വരും ദിവസങ്ങളിൽ ക്രിസ്തുമസ് പാപ്പാവേഷങ്ങൾക്കും പുൽക്കൂട് നിർമ്മാണ സാമഗ്രികൾക്കും ആവശ്യക്കാരേറുമെന്നാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ. ഇനി 2 ആഴ്ച കൂടി ക്രിസ്മസിനുണ്ട്. നമുക്ക് ഇപ്പോൾ പാപ്പ ഡ്രസ്സ്, ക്രിസ്മസ് ട്രീ, പിന്നെ നക്ഷത്രങ്ങൾ ഇവയെല്ലാം മിതമായ വിലയ്ക്ക്, ഏത് വിലയ്ക്കും നമുക്ക് തിരഞ്ഞെടുക്കാം എന്ന രീതിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ക്രിസ്തുമസ് ന്യൂ ഇയർ കാർഡുകൾ ഓർമ്മകളിൽ മറഞ്ഞുവെങ്കിലും പേരിനെങ്കിലും കാർഡുകൾ വ്യാപാരികൾ വിൽപ്പനശാലകളിൽ കരുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എല്ലാ വസ്തുക്കൾക്കും ഒരൽപ്പം വില വർധനവ് ക്രിസ്തുമസ് വിപണിയിൽ പ്രകടമാണ്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് ഒരാഴ്ച കൂടി ശേഷിക്കെ വരും ദിവസങ്ങളിൽ കച്ചവടം കൂടുതൽ സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. വരും ദിവസങ്ങളിൽ കേക്ക്, പടക്ക വിൽപ്പന കൂടി സജീവമാകുന്നതോടെ ക്രിസ്തുമസ് പുതുവത്സര വിപണി പൂർണ്ണമായി തിരക്കിലമരും. ഇനി നേർക്കാഴ്ചയിലേക്ക്.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ പ്രതീക്ഷയിലാണ് അടിമാലി മച്ചിപ്ലാവ് മേഖലയിലെ ഈറ്റ നെയ്ത്ത് തൊഴിലാളികളും. മഴ ആരംഭിച്ചതോടെ വ്യാപാരം കുറഞ്ഞ് തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലായിരുന്നു. കുട്ടയും മുറവും മുതൽ വിവിധ അലങ്കാര വസ്തുക്കൾ വരെ ഇവർ ഈറ്റയിൽ മനോഹരമായി നെയ്തെടുക്കും. തണുപ്പ് കാലം ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. അടിമാലി മച്ചിപ്ലാവ് മേഖലയിൽ ഈറ്റ നെയ്ത്ത് തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന കുടുംബങ്ങൾക്കും സഞ്ചാരികളുടെ ഈ തിരക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നെത്തിയ പരമ്പരാഗത ഈറ്റ നെയ്ത്ത് തൊഴിലാളികളാണിവർ. അക്കാലത്ത് 100-ലധികം കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ചു പേർ മാത്രമേ ഈ തൊഴിലുമായി ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. മഴക്കാലം ആരംഭിച്ചത് മുതൽ കച്ചവടം കുറഞ്ഞതോടെ കുടുംബങ്ങൾ പ്രതിസന്ധിയിലായിരുന്നു. കുട്ടയും മുറവും മുതൽ വിവിധ അലങ്കാര വസ്തുക്കൾ വരെ ഇവർ ഈറ്റയിൽ മനോഹരമായി നെയ്തെടുക്കും. സഞ്ചാരികൾ കൂടുതലായി എത്തുന്നതോടെ മെച്ചപ്പെട്ട കച്ചവടം ലഭിക്കുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് തൊഴിലാളികൾ പറയുന്നു. അപ്പോൾ മഴയൊക്കെ മാറി ടൂറിസ്റ്റുകാർ കയറി വരും, അപ്പോൾ കച്ചവടം കിട്ടും. അങ്ങനെ 35 വർഷത്തോളമായി ഈ കുടുംബങ്ങൾ മച്ചിപ്ലാവിലെത്തിയിട്ട വിൽപ്പന കുറവിനപ്പുറം ഇവർ ചില പ്രതിസന്ധികളും നേരിടുന്നു. പരമ്പരാഗത ഈറ്റ നെയ്ത്ത് തൊഴിലാളികൾക്ക് സർക്കാരുകളിൽ നിന്നും വേണ്ട പരിഗണനയും പിന്തുണയും ലഭിക്കുന്നില്ലെന്ന പരാതിയാണ് ഒന്നാമത്തേത്. ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഈറ്റയുടെ ലഭ്യതക്കുറവ് മറ്റൊരു പ്രതിസന്ധിയാകുന്നു. പുറമേ നിന്നിപ്പോൾ ഈറ്റ വില നൽകി വാങ്ങിയാണിവർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. പ്രതിസന്ധികളെ മറികടന്നും നെയ്തെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ഈ തൊഴിലാളികൾ വിൽപ്പനയ്ക്കായി അയൽ ജില്ലകളിൽ എത്തിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വിൽപ്പന വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ജില്ലയിൽ നിന്ന് കമുക് കൃഷി പാടെ പടിയിറങ്ങിയ സാഹചര്യത്തിൽ പുതുതായി കമുക് കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് പ്രോത്സാഹനം നൽകാൻ ഇടപെടൽ വേണമെന്ന് ആവശ്യം. ഒരു കാലത്ത് ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായിരുന്ന കമുക് കൃഷി ഇന്ന് പാടെ ഇല്ലാതായി. കർഷകരെ കമുക് കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള പ്രധാന കാരണം രോഗബാധ. കേരള ഫോറസ്റ്റ് ആക്ട് 1961 പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന വനനിയമ ഭേദഗതി ബില്ലിനെതിരെ വിമർശനവുമായി ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ്. നിലവിലെ നടപടി വനംവകുപ്പിന് അമിതാധികാരം നൽകുന്നതായി മാറുമെന്ന് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി PM ബേബി. ഭേദഗതി യാഥാർത്ഥ്യമായാൽ വനാതിർത്തിയിൽ പോലും മനുഷ്യന് സ്വസ്ഥമായി താമസിക്കാൻ കഴിയാത്ത സ്ഥിതി വരുമെന്നും ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ്. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ സംയുക്ത ക്രിസ്തുമസ് ആഘോഷം കട്ടപ്പന CSI ഗാർഡനിൽ നടന്നു. CSI ഈസ്റ്റ് കേരള ഇടവക ബിഷപ്പ് റവറൻ VS ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. 20 ടീമുകൾ പരിപാടിയിൽ കരോൾ ഗാനം ആലപിച്ചു. മഴ പെയ്താൽ കട്ടപ്പന നഗരത്തിനുള്ളിലെ റോഡുകൾ മുഴുവൻ കുളമായി മാറുന്നതായി പരാതി. കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ദുരിതമാകുന്നത് നഗരത്തിലെ പ്രധാന റോഡുകളും ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിലേക്കുള്ള കവാടങ്ങളും. ഇതോടെ പ്രക്ഷോഭത്തിനൊരുങ്ങി യുവജന സംഘടനകൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.